ഉണക്ക സ്രാവ് നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ പൊട്ടി വന്നപ്പോഴത്തേക്ക് ചെറുള്ളി അരിഞ്ഞതിട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുത്തു. ഇനിയും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ശേഷം അത് വഴന്നു വരണം. നേരത്തേക്ക് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കാം. അത് വഴന്നു വന്നപ്പോഴത്തേക്ക് നമുക്കൊരു സവോള അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. അത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ചെറു തീയിൽ അടച്ചു വെക്കണം. അതും ഒന്ന് വഴന്ന് റെഡിയായിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിലുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുടംപുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്കിത് ചെറു തീയിൽ അടച്ചു വെച്ച് എണ്ണയെല്ലാം തെളിയുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെക്കുവാണ്. നേരത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അരമുറി തേങ്ങ, അതിൻ്റെ അകത്തോട്ട് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തിളച്ച് വന്നതിൻ്റെ അകത്തോട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഉപ്പുപൊടി ഇതുവരെ ഞാൻ ചേർത്തിട്ടില്ല, ഉണക്കമീൻ ആയതുകൊണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്രാവ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുമായിരുന്നു. എത്ര ഉപ്പ് കുറയോ അത്രയും നല്ലതാണ്. ഒരു മീഡിയം ഇതിലാണ് കഷ്ണങ്ങൾ അരിഞ്ഞെടുത്തേക്കുന്നത്. അതുകൊണ്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറു തീയിൽ ഒരു 10 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പം കറി റെഡി ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് കറിവേപ്പിലയും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് കറി അടുപ്പത്തുനിന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അതുകൊണ്ട് ഞാൻ ഈ സ്വല്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്.